തിരുവനന്തപുരം ബാലരാമപുരത്ത് 2 വയസ്സുകാരിയെ കിണറ്റിൽ കൊന്ന സംഭവത്തിൽ കൊലപാതകത്തിൽ മാതാവ് ശ്രീതു കൂട്ടുനിന്നുവെന്ന് കുറ്റപത്രം. കുട്ടിയുടെ മാതാവ് ശ്രീതു, അമ്മാവൻ ഹരികുമാർ എന്നിവരെ പ്രതി ചേർത്താണ് കുറ്റപത്രം. ശ്രീതു ശ്രീജിത്ത് ദമ്പതികളുടെ മകൾ ദേവേന്ദുവാണ് കൊല്ലപ്പെട്ടത്. ഫസ്റ്റ് ഓൺ 24 റിനു ശ്രീധര വാർത്തയുടെ ഒരുങ്ങുന്ന ചെയ്യുന്നു. റിനു, അതിൽ പറഞ്ഞു കേട്ടിരുന്നത് ഈ പറയുന്ന അമ്മാവൻ വീട്ടിൽ അറ്റൻഷൻ കിട്ടാതെ ആകുമ്പോഴേക്കും ഈ കുഞ്ഞിനെ എടുത്ത് കിണറ്റിലിട്ടു എന്നാണല്ലോ പറഞ്ഞത്. അപ്പോൾ അവിടെ ശ്രീധുവിൻ്റെ പങ്കിനെ പറ്റി പറഞ്ഞു കേട്ടിരുന്നില്ല. ശ്രീധുവിന് സ്വന്തം കുഞ്ഞിൻ്റെ കൊലപാതകത്തിലുള്ള പങ്ക് എന്തെന്നാണ് പറയുന്നത് റിനു? ഹാഷ്മി, നമുക്കറിയാം ജനുവരി 30-നാണ് അച്ഛൻ്റെയും അമ്മയുടെയും അടുത്ത് ഉറങ്ങിക്കിടന്ന കുഞ്ഞിനെ കിണറ്റിൽ മരിച്ച നിലയിൽ കാണപ്പെടുന്നത്. തുടർന്ന് ബാലരാമപുരം പോലീസിൽ ബന്ധുക്കൾ പരാതി നൽകുന്നു. ഈ കുട്ടിയെ കാണാതായതുമായി ബന്ധപ്പെട്ട് പോലീസ് എത്തിയാണ് ഈ കിണറ്റിൽ മരിച്ച നിലയിൽ ആ കുഞ്ഞിനെ കാണുന്നത്. തുടർന്ന് പുറത്തെടുക്കുകയും ചെയ്തു ഫയർഫോഴ്സ്. അതിനെ തുടർന്ന് മണിക്കൂറുകൾക്കകമാണ് ഈ അമ്മാവൻ ഹരികുമാറാണ് ഈ കുട്ടിയെ കിണറ്റിലെറിഞ്ഞ് കൊന്നു എന്നുള്ള വിവരം പോലീസ് പുറത്തുവിടുന്നത്. ഒപ്പം പോലീസ് അന്വേഷണത്തിൽ കണ്ടെത്തുകയും ചെയ്തത്. അന്ന് ഈ അമ്മ ശ്രീധുവിന് പങ്കുണ്ടെന്ന് ചില സംശയങ്ങളുണ്ടായിരുന്നെങ്കിൽ പോലും പോലീസിന് അത് കണ്ടെത്താൻ കഴിഞ്ഞില്ല. പക്ഷേ ഇപ്പോൾ ഇത് കുറ്റപത്രം തയ്യാറാക്കിയിരിക്കുന്നു. ഏകദേശം സംഭവം നടന്ന 4.5 മാസത്തിന് ശേഷം പോലീസ് കുറ്റപത്രം ഈ മാസം 15-നകം തന്നെ നെയ്യാറ്റിൻകര കോടതിയിൽ സമർപ്പിക്കുവാൻ ഒരുങ്ങുകയാണ്. ഇതിൽ അമ്മ ശ്രീധുവിനും ഇതിൽ പങ്കുണ്ട് എന്നുള്ളതാണ് കുറ്റപത്രത്തിൽ പറയുന്നത്. ഈ അമ്മയുടെ അറിവോട് കൂടിയാണ് അമ്മാവൻ ഹരികുമാർ ഈ കുഞ്ഞിനെ കിണറ്റിലേക്ക് എറിഞ്ഞു കൊന്നത് എന്നുള്ളതാണ്. നിലവിൽ ഈ അമ്മയും അതുപോലെ തന്നെ അമ്മാവനും തമ്മിൽ ചില വഴിവിട്ട ബന്ധങ്ങളുണ്ടെന്ന് പോലീസ് അന്ന് തന്നെ കണ്ടെത്തിയിരുന്നു. കൃത്യമായ നുണപരിശോധന ഉൾപ്പെടെ നടത്തിയാണ് ഈ ഒരു ഫൈൻഡിങ്ങിലേക്ക് പോലീസ് എത്തിയിരിക്കുന്നത്. ഈ കുറ്റപത്രം 15 ദിവസത്തിന്, അതായത് ഈ 15-ാം തീയതി, ഈ മാസം 15-ാം തീയതിക്കകം നെയ്യാറ്റിൻകര കോടതിയിൽ സമർപ്പിക്കും എന്നുള്ള വിവരവും നമുക്ക് ലഭിക്കുന്നുണ്ട്. എന്തായാലും കൊലപാതകം അടക്കമുള്ള പോക്സോ വകുപ്പുകൾ അടക്കമുള്ള കുറ്റകൃത്യങ്ങൾ ഇവർ ചെയ്തിട്ടുണ്ട്. ആ വകുപ്പുകളാണ് ഈ കുറ്റപത്രത്തിൽ പറയുകയും ചെയ്യുന്നത്. ഹാഷ്മി, അല്ല, അപ്പോഴും ഈ മോട്ടീവ് എന്തിനാണെന്ന് ചോദ്യം നിൽക്കുന്നു റിനു. എന്തിനാണ് അമ്മയും അമ്മയുടെ സഹോദരൻ, അതായത് അമ്മയും കുഞ്ഞിൻ്റെ അമ്മാവനും കൂടെ ചേർന്ന് കുഞ്ഞിനെ കൊല്ലാൻ നിന്നത്? അപ്പോൾ അന്നും ആ മോട്ടീവ് ദുരൂഹമാണ്, ഇപ്പോഴും ആ മോട്ടീവ് ദുരൂഹമാണ് റിനു. നിലവിൽ സാമ്പത്തികമായിട്ടുള്ള ചില ഇടപെടലുകൾ ഉണ്ട് എന്നുള്ളത് അന്ന് ഒരു സ്വാമി ഉൾപ്പെടെ വിളിച്ചു വരുത്തി 40 ലക്ഷത്തോളം രൂപ അവരിൽ നിന്ന് തട്ടിയെടുത്തുന്ന അടക്കമുള്ള ചില ആക്ഷേപങ്ങൾ ഉയർന്നു വന്നിരുന്നു. ഈ തുകയുടെ പങ്ക് ലഭിക്കാത്തത് കാരണമാണ് ഇത്തരം കൊലപാതകങ്ങൾ നടന്നതെന്ന് പറയുന്നു. ഒപ്പം മറ്റൊരു സംശയം കൂടി അന്ന് പോലീസ് വെച്ചിരുന്നു. ഈ സഹോദരിയുമായിട്ടുള്ള ചില ബന്ധങ്ങൾ അതിന് തയ്യാറാവാത്തത് കൊണ്ടുള്ള വൈരാഗ്യത്തിലാണ് ഈ ഹരികുമാറി കുട്ടിയെടുത്ത് കിണറ്റിലിട്ട് എന്നുള്ളതാണ്. അത്തരമൊരു ഫൈൻഡിങ്ങിൽ തന്നെയാണ് പോലീസ് ഇപ്പോൾ ഏറ്റവും അവസാനം വൈരാഗ്യമാണെങ്കിൽ അമ്മ എങ്ങനെ കൂട്ടു നിൽക്കും? അവിടെയും ചോദ്യം കിടക്കുകയാണ് റിനു. അതായത് ശരി, വൈരാഗ്യത്തിൽ വൈരാഗ്യം തീർക്കാൻ കുഞ്ഞിനെ കൊല്ലാൻ തീരുമാനിച്ചു അമ്മാവൻ. അതിന് അമ്മ ശ്രീധു എങ്ങനെയാണ് കൂട്ടു നിൽക്കുക? എന്തിനാണ് കൂട്ടു നിൽക്കുക? അതായത് ഇവർ തമ്മിലുള്ള തർക്കം അത് ദിവസങ്ങളോളം നിന്നു എന്നുള്ളതാണ്. ഒപ്പം അന്നേ ദിവസം ഈ ശ്രീധുവിൻ്റെ ഭർത്താവ് അകന്നു കഴിയുന്നൊരു സാഹചര്യമായിരുന്നു. ആ സാഹചര്യത്തിൽ ഭർത്താവ് ഈ ശ്രീധുവിൻ്റെ അച്ഛൻ്റെ ഈ അടിയന്തര ചടങ്ങുമായി ബന്ധപ്പെട്ട് ആ വീട്ടിലേക്ക് വരുന്നു. ഇത് ഹരികുമാറിന് ഇഷ്ടപ്പെട്ടിരുന്നില്ല എന്നുള്ളതാണ്. അതിൻ്റെ ഒരു വൈരാഗ്യവും ഉണ്ട് എന്നുള്ളത്. പക്ഷേ പോലീസ് കണ്ടെത്തിയിരിക്കുന്നത് ഇതിനെല്ലാം കാരണക്കാരിയായിട്ടുള്ളത് ഈ ശ്രീധുവാണ്, ഈ കുട്ടിയുടെ അമ്മയാണ്. അതുകൊണ്ട് തന്നെ ഈ കുട്ടിയുടെ അമ്മയ്ക്കും ഇതിൽ പങ്കുണ്ട് എന്നുള്ളതാണ്. അത്തരം വകുപ്പുകളാണ് ചുമത്തിയിരിക്കുന്നത്. ഇതിന്റെ സാഹചര്യത്തിലേക്ക് വഴിവെച്ചത് ഈ അമ്മയുടെ ബന്ധങ്ങളാണ്, അമ്മയുമായിട്ടുള്ള ഒരു ഇടപെടലാണ്, സഹോദരനുമായിട്ടുള്ള ഇടപെടലാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ അമ്മയെ കൂടി ഇതിൽ പ്രതി ചേർത്തിരിക്കുന്നത് ഇപ്പോൾ നിലവിൽ പോലീസ്. ഹാഷ്മി, ഓക്കെ, എന്തായാലും ഇപ്പോഴും അത് ഇത്ര കൺവിൻസിങ് ആണോന്നറിയില്ല. അന്നും അത് കൺവിൻസിങ് ആയതില്ല. അന്നും ഈ പറഞ്ഞ ഇതിൻ്റെ മോട്ടീവ് സാമ്പത്തിക തട്ടിപ്പ്, ശ്രീധുവിൻ്റെ കടം വാങ്ങലുകൾ, ഈ സ്വാമി, അതൊക്കെ ഉണ്ടെങ്കിൽ പോലും കുഞ്ഞിനെ കൊല്ലുന്നതിന് യഥാർത്ഥത്തിൽ എന്താണ് കാരണം? ഈ അമ്മാവൻ എന്താണ് പ്രശ്നം? അന്ന് അമ്മാവന് ഇത്തരം ബുദ്ധിപ്രശ്നമൊക്കെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് കേട്ടു. അങ്ങനൊന്നുമല്ല, പിന്നീട് ഇവർ തമ്മിലുള്ള വേറെ ഏതോ ടൈപ്പ് ഓഫ് ബന്ധം, എന്തോ മെസ്സേജ് എന്നൊക്കെ കേട്ടു. അപ്പോഴൊക്കെ ഈ വൈരാഗ്യം എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ നിന്നെങ്കിൽ, ഇതിപ്പോൾ അമ്മ കൂടെ കൂട്ടി നിന്നെങ്കിൽ എന്തിനാണ് കുഞ്ഞിനെ കൊന്നത് എന്നതിൻ്റെ ഒരു കൺവിൻസിങ് മറുപടി ആയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല.